Hello, good evening. Welcome to 90 Plus India's first animated live tuition. Hi. Hello. Yes, good evening. ആരൊക്കെയാ ക്യാമറ ഓൺ ചെയ്യുക, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക. വൈഗ, തോമസ്, ആരതി, അമൃത, റുമൈസ, മീനാക്ഷി, സെൽവകുമാർ ഓൺ ചെയ്തു എല്ലാവരും. ഡെൽവിൻ, നമ്മൾ രണ്ടുപേരെ കളറാണല്ലോ. ഗുഡ് ഈവനിങ് ഭാനുമതി, ഡെൽവിൻ ഗുഡ് ഈവനിങ്, ദേവപ്രിയ ഗുഡ് ഈവനിങ്, ബിപിൻ ഗുഡ് ഈവനിങ്. Yes, Chinmaya, good evening. Amrita also good evening. Chargat, good evening. Aishwarya, good evening. Aishwarya, I mean camera hide ചെയ്തിരിക്കുന്ന കേട്ടോ ഇയാളുടെ. Okay, it's okay. And what about Meenakshi? യുദ്ധഭൂമിയിൽ പുതിയൊരു പടം. ഹായ് മീനാക്ഷി. റുമൈസ, ക്യാമറ ഓൺ ചെയ്യുക. ഹാദിയ ഓൾസോ ക്യാമറ ഓൺ ചെയ്യുക. സെൽവകുമാർ, ക്യാമറ ഓൺ ചെയ്തേ. ഹായ് ഗുഡ് ഈവനിങ്. ഓക്കെ, മീനാക്ഷി എന്ന് പറയുന്നത് മീൻസ് ഇവിടെ നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സിൽ ആ ഒരു ഇയറിൽ ഒരു മീനാക്ഷി ഉണ്ടായിരുന്നു +2 പിന്നീട് ഒരു മീനാക്ഷി ആദ്യം. ജോയൽ, ആരതി, ഞാൻ സുഖമായിരിക്കും. ആരതി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാ? ഷാഹിദ്. നിഹാൽ, നിഹാൽ എവിടെ? നിഹാലിനെ കാണാൻ ശരിക്കും ഞാൻ +2 പഠിച്ച ടൈമിൽ വേറെ ബയോളജി സയൻസിലൊരു പയ്യനുണ്ട് മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട്. കറക്റ്റ് നീ, കറക്റ്റ് മാർട്ടിൻ, പെർഫെക്റ്റ് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രോബ്ലത്തിന്റെ ഇടയിലേക്ക് ആലോചിക്കും. അപ്പൊ അത് ഞാൻ വിട്ടു. മീനാക്ഷി പോയോ? മീനാക്ഷി എവിടെ? എന്നെ കുറച്ച് നല്ലത് ആണല്ലോ സാർ പറഞ്ഞേ, താങ്ക് യു. ഞാൻ നിന്നെ പറ്റി ഒരു നല്ലതും പറഞ്ഞത്. ആദ്യ, ഹലോ സർ. യെസ്, ആദ്യ PTA മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇല്ല, പാരന്റ്സ് എത്തിയിട്ടുണ്ടായില്ല. ആണോ? പാരന്റ്സ് പുറത്തു പോയിരുന്നായിരുന്നു. പുറത്ത് പോയിക്കായിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ ടീ ഒക്കെ കുടിച്ചോ? താൻ തന്നെ. ടീ കുടിച്ചോ? ആരതി? ആരതിയില്ല, ആദ്യ. ഞാൻ ടീ കുടിക്കാറില്ല സർ. ഓക്കെ. പിന്നെ എന്താണ്? വെള്ളം മാത്രമാണോ? മീൻസ് സൗന്ദര്യ സംരക്ഷണം അല്ല, ടീ ചായ അങ്ങനത്തെ ഒന്നും കുടിക്കാറില്ല. യൂസ് ചെയ്യാറില്ല. ഓക്കെ. പിന്നെ അതിന് പകരം എന്താ? അതിന് വേറെ ഒന്നും കഴിക്കില്ല. ഒന്നുമില്ല, വെള്ളം മാത്രം കുടിക്കുക അല്ലേ? അല്ല, ആപ്പിൾ കഴിക്കും. ആപ്പിൾ അത് കഴിക്കില്ല, ഞാൻ ഉദ്ദേശിച്ചത് കുടിക്കുകയാണ് ഉദ്ദേശിച്ചത്. ഇടയ്ക്ക് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ വെള്ളം മാത്രമാണോ കുടിക്കാറ്? അല്ല, എനിക്ക് തണുത്ത സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. തണുത്ത വെള്ളം. തണുത്ത വെള്ളം ഇഷ്ടമാണോ? ഓക്കെ. വെള്ളം കുടിക്കുന്ന നല്ലതാണ്, അറിയാലോ, സ്കിന്നിന് വളരെ നല്ലതാണ്. എൻ്റെ സ്കൂളിൽ എനിക്ക് ക്യാമ്പാണ് സ്കൗട്ട്. ഓഹോ, എന്ത് ക്യാമ്പാണ് വിപിൻ? Good evening, sir. യെസ്, വിപിൻ, എന്ത് ക്യാമ്പാണ്? ഐ മീൻ സ്കൗട്ടിന്റെ 3 day ക്യാമ്പാണോ? അതെ അല്ലേ, ഓക്കെ. ഇന്ന് തൊട്ടായിരുന്നു. ഇന്ന് വീട്ടിൽ പോക്കാളാൻ പറഞ്ഞു. നാളെ ഉണ്ട്, സ്റ്റേ ഉണ്ട്. ഐ മീൻസ് അവിടെ സ്റ്റേ ഉണ്ടോ? സ്കൂളിലുണ്ട്. ഇപ്പോൾ ഡിസ്ട്രിക്ട് കലോത്സവമൊക്കെ നടക്കുകയാണ്.
അല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ നടക്കല്ലേ? ആരതി വരുന്നില്ലേ ഡിസ്ട്രിക്ട് കലോത്സവത്തിന്? എവിടെയാ? അവിടെയാണല്ലേ? ആരതിയുടെ സ്കൂളിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതായിരുന്നോ അതിന്റെ പ്രാക്ടീസ് ആയിരുന്നോ? അല്ല അല്ല, നോട്ട് ലൈക്ക് ദാറ്റ്. എല്ലാവരും ജോയിൻ ചെയ്യുക, ക്യാമറ ഓൺ ചെയ്തിരിക്കുക. അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട കേട്ടോ. ആ ഹലോ ഹലോ. ഗുഡ് ഈവനിങ് സർ. യെസ്, ഗുഡ് ഈവനിങ്. സൗണ്ട് കുറവാണോ? ആരതിയുടെ കുറവാണോ? എൻ്റെ കുറവാണോ? ഒന്നും സംസാരിച്ച്, ഹലോ ഒന്നും കൂടെ സംസാരിച്ച്. ഹലോ ഇനി പറഞ്ഞോ. ഓക്കെ. ഇത്തവണത്തെ ഇരിങ്ങാലക്കുട സബ് ഡിസ്ട്രിക്ട് ഞങ്ങളുടെ സ്കൂളിലാണ് നടക്കണേ. ഓക്കെ, ഇപ്പൊ സബ് ഡിസ്ട്രിക്റ്റ് ആണോ നടക്കുന്നത്? കലോത്സവം കഴിഞ്ഞിട്ടില്ല. 4, 5, 6, 7 നവംബർ. നവംബർ 4, 5, 6. അപ്പൊ ഇപ്പൊ നടക്കുന്നത് എന്താ? ഇപ്പോ സ്പോർട്സ്, റവന്യൂ സ്പോർട്സ് ആണോ നടക്കുന്നത്? ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ NAMHS അറിയില്ലേ? കൊരട്ടിയല്ല NAMHS കേട്ടിട്ടുണ്ടോ? ഉം. ആ അവിടെ എന്തോ അതെ. നടക്കുന്നുണ്ട് 3 days ആയിട്ട്. അത് ഇതാവും റവന്യൂ റവന്യൂ ഡിസ്ട്രിക്റ്റിന്റെ. ഓ ആ യെസ്. ഇത് ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ അത്ലറ്റിക്സ് ആവും. എനിക്ക് അതല്ല, അത്ലറ്റിക്സ് അല്ല. ആൽബിൻ നമ്മുടെ ഇവിടെ ഉള്ള ആളല്ലേ? അല്ലല്ലേ? എനിക്ക് ഫീവർ അടിച്ചു. ഓക്കെ. സോ ബുക്കൊക്കെ എടുത്തു എല്ലാവരും. നമ്മൾ ഏത് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത്? കോണിക് സെക്ഷൻസ് അല്ലേ? കോണിക് സെക്ഷൻസ് പറയുന്ന ചാപ്റ്റർ ആണ്. നിങ്ങളുടെ സ്കൂളിൽ എന്താ അപ്ഡേഷൻ ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേ. ഏത് ചാപ്റ്റർ ഇപ്പം എടുക്കുന്നത്? അല്ലെങ്കിൽ ഇനി എത്ര ചാപ്റ്റർ എടുക്കാനുണ്ട് അതൊന്ന് പറഞ്ഞു. എല്ലാവരും കേട്ടോ, സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും ഇടണം. ചാപ്റ്റർ 11 ആണ്. ഓക്കെ, ഇന്ന് പോയില്ല. ഓക്കെ. ബൈനോമിയൽ തിയറോ? ഐ മീൻ എത്ര ചാപ്റ്റർ എടുക്കാനുണ്ടെന്ന് കൂടി ഒന്ന് പറയോ? ഇത് ഞാൻ വിചാരിക്കും ഇടയ്ക്ക് എടുക്കാമല്ലോ ചാപ്റ്റേഴ്സ് ഒക്കെ. പെൻഡിങ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് പറയോ? ആദിത്യ, വാട്ട് ഹാപ്പൻ? ചാപ്റ്റർ 5 തുടങ്ങി. 5 എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 10 പെൻഡിങ് ഉണ്ട്. റിമൈനിങ് എല്ലാം കഴിഞ്ഞോ ദേവപ്രിയ? സ്ട്രൈറ്റ് ലൈൻ കഴിഞ്ഞു. ബൈനോമിയൽ തിയറം സ്ട്രൈറ്റ് ലൈൻ തുടങ്ങി. ഇപ്പോൾ സ്ട്രൈറ്റ് ലൈനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് എല്ലാവരും. 3 ഡയമെൻഷൻ ജോമെട്രി ഉണ്ട്. ഓക്കെ ഓക്കെ. പെർമ്യൂട്ടേഷൻ. ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി. യെസ്, മീനാക്ഷി ഹായ്. യെസ്, മീനാക്ഷി ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടാവും, അതിലൊന്നും ക്ലിക്ക് ചെയ്യട്ടോ. ആസ്ക് യെസ്, ഓക്കെ ഓക്കെ, റെഡി. ഹായ് മീനാക്ഷി, ഗുഡ് ഈവനിങ്. ഓക്കെ. മീനാക്ഷി എവിടെന്നാ? ഞാൻ തൃശ്ശൂർ. തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാ എക്സാക്ട്? കൊടുങ്ങല്ലൂരാണോ? ഓക്കെ ഓക്കെ. അപ്പോ മീനാക്ഷി എന്താണ് കുറച്ച് ലേറ്റ് ആയ ക്ലാസ്സിലൊക്കെ വരാൻ? നെറ്റിന്റെ എന്തോ പ്രശ്നം, കുറെ നേരമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അതല്ല, എന്തുകൊണ്ടാണ് 90+ വരാൻ ലേറ്റ് ആയത്? ഇപ്പോഴാണ് ട്യൂഷന്റെ ആവശ്യം വന്നത് അല്ലേ? അതെന്താണ്, എന്ത് പറ്റി? നോക്കണ്ടേ, സബ് മറ്റേ ഡിസ്ട്രിക്ട് കലോത്സവം ഉണ്ടായില്ലേ, ശാസ്ത്രോത്സവം. അപ്പൊ അതിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതിനൊക്കെ പോയി ഏതായിരുന്നു ഐറ്റം?
ഒന്നുകൂടെ പറയോ? ഇടയ്ക്ക് നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ ആയ കാരണം എനിക്ക് കേട്ടില്ല. പോർട്രേറ്റ് പെയിന്റിങ് ആ ഓക്കെ ഓക്കെ പുതിയ ഓക്കെ ഓക്കെ. എന്നിട്ട് എങ്ങനെയുണ്ട്? നമുക്ക് സ്റ്റേറ്റിലേക്ക് റെഡി ആയോ? പോർട്രേറ്റ് പെയിന്റിങ് ഓക്കെ ഓക്കെ, കേട്ടു കേട്ടു. എന്നിട്ട് മോള് സെലക്ട് ആയോ? ഓക്കെ ഓക്കെ മീനാക്ഷി, എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല കേട്ടോ. ഓക്കെ, അതൊന്ന് നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. സെലക്ട് ആയി. സെലക്ട് ആയി, ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മൾ ഏതാണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഏത് കംപ്ലീറ്റ് ചെയ്തു? സർക്കിൾസ്, അബൌട്ട് ദി സർക്കിൾസ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് പാരാബോളയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. മീൻ അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു, പക്ഷെ പ്രോബ്ലംസ് അധികം ചെയ്തിട്ടില്ല അല്ലേ? സോ സർക്കിൾസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയില്ലേ? ഓക്കെ, ലെറ്റ്സ് കോൾ തോമസ്. ഹലോ. ആ ഓക്കെ, തോമസ്, നമ്മുടെ സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ? സർക്കിളിന്റെ യെസ്, ലെറ്റ്സ് HK be the center of the circle and XY any point on that circle, and what will be the general equation of circle? എന്താണ് കിടന്ന് ഉരുളണ്ടല്ലോ അവിടെ? കിട്ടില്ല? ഓക്കെ, നമുക്ക് വഴിയുണ്ട്, വേറെ ആൾ വിളിക്കാം. ചാരുദത്ത് മോനെ പറയൂ, എന്താണ് സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ? ഹലോ. ഹലോ, കേക്കുന്നുണ്ട്. സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? x minus h the whole square ഓക്കെ plus Ah. y minus k the whole square ഓക്കെ equal to r square. ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ തോമസ്. ഓക്കെ, നീ അത് എന്ത് ചെയ്യാ, ഒരു 50 ടൈംസ് എഴുതിക്കോട്ടാ, 50. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ, നാളെ നമ്മുടെ ക്ലാസ്സിന് മുൻപ് 7:30 മുൻപ് എന്ത് ചെയ്യാ, ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ 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 50 ട്ടോ, 50. അത് വേറെ അതിൽ ഡിഡക്ഷൻ ഒന്നുമില്ല, എഴുതുക, അയച്ചു കൊടുക്കുക. ആൻഡ് ലെറ്റ്സ് കോൾ ഹാദിയ, ഷാഹിദ്, വിഷ്ണു, ഫാത്തിമ, അദീന, വിവേക്, ഷസ, അബിറാം. മക്കൾക്ക് ചെവി രണ്ടും വർക്കിംഗ് അല്ലേ? വേറെ അടച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. ക്യാമറ ഓൺ ചെയ്തേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏത് നേരം നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യലല്ലോ പണി. ഓക്കെ, സോ ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. ക്യാമറ ഓൺ ചെയ്യാൻ അറിയില്ലെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കും. ഓക്കെ, ഇൻഫോം ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നോട് പറയാം, സാർ ഇങ്ങനെ പ്രശ്നമുണ്ട്, സോ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല, ഞാൻ ടീച്ചറോട് ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് ആദ്യം പറയാം. ക്ലിയർ? ഓക്കെ, ഷസ പറഞ്ഞേ, പാരാബോള. What are the 4 kinds of parabola? പറഞ്ഞോളൂ, എന്താണ്? സർ പറഞ്ഞോളൂ, കേൾക്കാം. പറഞ്ഞു. ക്വസ്റ്റ്യൻ ഏതൊക്കെ 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാരാബോള ഉണ്ട്, അത് ഏതൊക്കെയാ? അറിയൂല. എന്തുപറ്റി? ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ കേറിയിട്ടേ ഉള്ളൂ. അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയില്ലേ? ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയില്ലേ? അതുണ്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്റർ ആണത്, പാരാബോള. ഇതിന്റെ ആൻസർ പറയാൻ ചാപ്റ്റർ 1 മുതൽ ഞാൻ എടുക്കണമെന്നില്ല. ഓക്കെ,
ഓക്കെ, ക്ലിയർ ആയോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ ഷസ? എനിക്കത് അറിഞ്ഞാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു? ഞാൻ 7:30 മുതലും എടുത്ത കാര്യങ്ങളൊന്ന് പറഞ്ഞു കേക്കട്ടെ. നിങ്ങൾ എന്ത് പൂരം കാണാൻ ഞാൻ ഇന്നലെയാണ്, കഴിഞ്ഞ ക്ലാസ്സിലാണ് ഷെസായി ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഷെസ് ഉണ്ടായിരുന്നു. ഞാൻ ബുക്ക് ചെക്ക് ചെയ്യാൻ നോട്ട് അയക്കാനൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. റുമൈസ, യെസ് സർ. ഫോർ കൈൻഡ് ഓഫ് പാരാബോള ഏതൊക്കെയാ? റൈറ്റ് ഹാൻഡ് പാരാബോള, ലെഫ്റ്റ് ഹാൻഡ് പാരാബോള, അപ്വേർഡ് പാരാബോള, ഡൗൺവേർഡ് പാരാബോള. ഓക്കെ, അതിന്റെ ഇക്വേഷൻസ് ഏതൊക്കെയാ? ഇക്വേഷൻസ് ഏതൊക്കെയാ അതിന്റെ? ഇക്വേഷൻ y square is equal to 4ax, y square is equal to minus 4x, x square is equal to 4x, x square is equal to നിങ്ങളിവിടെ കിടന്ന് ഉരുളണ കണ്ടിട്ട് ആശിഷ് സാറ് വന്നേക്കാ. നിങ്ങൾ എവിടെ ഏത് ഭാഗത്തോട്ടാണ് ഉരുളണെന്ന് അറിയാൻ വേണ്ടിട്ട്. സാറ് വിചാരിച്ചു ഓ ഞാൻ എന്റെ ക്ലാസ്സിൽ മാത്രമായിരിക്കും ഇങ്ങനെ അല്ലേ? എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെ. ഇല്ലില്ല, ഉപേക്ഷിച്ചു. പെരേരി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ റുമൈസ, അത് നോക്കി പറയാനേ പറ്റുള്ളൂ. ഞാന് തിങ്കളാഴ്ച അല്ലായിരുന്നോ ക്ലാസ്, ലാസ്റ്റ് ക്ലാസ്? അപ്പൊ എനിക്ക് സ്കൂളില് ജിപിയുടെ എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ട് ലെഫ്റ്റ് ആയിണ്ടായിരുന്നു, അറ്റൻഡൻസ് എടുക്കാൻ മാത്രം നിന്നുള്ളൂ. ഞാൻ ലെഫ്റ്റ് ആയി. പിന്നെ ക്ലാസ് ഫുള്ള് കേട്ടിട്ടില്ല. അത് ഞാൻ അതുകൊണ്ടാ. അദീന, യെസ്, അദീന കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ? ഉണ്ടായി. ഓക്കെ, 4 ടൈപ്പ് ഓഫ് പാരാബോള ഏതൊക്കെയാ? ഇക്വേഷൻ പറഞ്ഞാൽ പോരെ? y square is equal to 4ax, y square is equal to minus 4ax, x square is equal to 4ay, x square is equal to minus 4ay. ഓക്കെ, ഇത്ര 4 കാര്യങ്ങളെ പഠിച്ചു. പിന്നെ അതിന്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ ലാസ്റ്റ് ഏരിയയിൽ അങ്ങനെ പറഞ്ഞത് നിങ്ങളിത് ഇതേപോലെ ഒന്നും നോക്കാതെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും നോക്കാതെ ഇവിടെ വന്ന് ഇന്നത്തെ ഒരു കാര്യമില്ല. അവസാനം പരീക്ഷയ്ക്ക് മുട്ട കിട്ടിക്കഴിഞ്ഞാണ് ആലോചിക്കുന്നത്. സോ പാരാബോള അല്ലേ, എന്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതിൽ ലെറ്റ്സ് ടേക്ക് വൺ പാരാബോള. ഇതിൽ ആക്സിസ് പാരാബോള ഏത് മീൻസ് ഏത് എങ്ങനെയാണ് ഇത് പോയിരിക്കുന്നത് നോക്കുക. ഇത് പോയിരിക്കുന്ന ഫോക്കസ് എവിടെ കിടക്കുന്ന ആള് അതായിരിക്കും അതിന്റെ ആക്സിസ് അല്ലെ. ഫോക്കസ് ലൈസ് ഓൺ ദി എക്സ് ആക്സിസ്. ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിലാണ് എന്ത് കിടക്കുന്നത്? ഫോക്കസ് കിടക്കുന്നത്. സോ ഇതിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആയിരിക്കും. പിന്നെ ആക്സിസും പാരാബോളയും കൂടി ടച്ച് ചെയ്യുന്ന കോമൺ പോയിന്റ് എന്താ? വേർട്ടെക്സ് എന്ന് പറയും. പിന്നെ എന്ത് പറയും? ഡയറക്ട്രിക്സ് അല്ലേ, വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ആയിരിക്കും. ചാപ്റ്റർ കോണിക് സെക്ഷൻസ് എന്താണ്? ഈ ആക്സിസ് എന്ന് പറയുന്ന ആള് ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും? ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്.
പിന്നെ നമ്മൾ 4 കൈൻഡ് ഓഫ് ആൾക്കാരെ പഠിച്ചു. എന്താ? സ്റ്റാൻഡേർഡ് ഫോം 4 ഉണ്ട്. ഇതേതാ? ഇങ്ങോട്ട് വരാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് വരാണെങ്കിൽ എന്താ? y സ്ക്വയർ ഈക്വൽ ടു 4ax അല്ലേ? ഇനി തിരിച്ച് ഫ്ലിപ്പ് ആവാണെങ്കിൽ എന്താ? y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax. ഓക്കെ, y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4x. ഇനി മുകളിലോട്ടാണ് ഈ ഒരു ഇത് ഓപ്പൺ ആയിരിക്കുന്നെങ്കിലോ x സ്ക്വയർ ഈക്വൽ ടു 4ay അല്ലേ? ഇനി താഴേക്കാണെങ്കിൽ x സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. ക്ലിയർ? അതായത് നമ്മൾ പഠിച്ച കാര്യമാണ്. ലെങ്ത് ഓഫ് ലേറ്റസ്റ്റ് റെക്റ്റം അല്ലേ? 4 കേസ് ആണെങ്കിലും ഈ പറയുന്ന 4 സ്റ്റാൻഡേർഡ് ഫോമിലാണെങ്കിലും ലെങ്ത് ഓഫ് ദി ലാറ്റസ്റ്റ് റെക്റ്റം എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ഓഫ് a ആയിരിക്കും. അതിന്റെ ഡിസ്റ്റൻസ് എന്താ? ഈ കാണുന്നതായിരിക്കും. ഫോക്കസിൽ കൂടെ ആയിരിക്കും ഇയാള് നമ്മുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫോക്കസിൽ കൂടെ ആയിരിക്കും ആ ഒരു ലൈൻ കടന്നു പോകുന്നത്. അതിന്റെ എൻറ്റയർ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4a ആയിരിക്കും. ക്ലിയർ? ലേറ്റസ്റ്റ് റെക്റ്റത്തിന്റെ നീളം 4a ആയിരിക്കും. പിന്നെ ഈ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത് അല്ലേ? ഇവിടെ വരെയാണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദി ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 12x. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കസ്. സെക്കൻഡ് വൺ ആണ് ഇക്വേഷൻ ഓഫ് ദി ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലേറ്റസ്റ്റ് റെക്റ്റം. ക്വസ്റ്റ്യൻ എഴുതിയോ? y സ്ക്വയർ ഈക്വൽ ടു 12x ആണ് അല്ലെ? എന്താണ്? y സ്ക്വയർ ഈക്വൽ ടു 12x ആണ് അല്ലെ? ഇത് നമുക്ക് കണ്ടാൽ അറിയാം ഏത് ഫോം ആണ്, ഏത് സ്റ്റാൻഡേർഡ് ഫോം ആണ്. y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന ആളുമായിട്ട് എന്താണ്? സിമിലർ ആണ്. ഇക്വാലന്റ് ടു y സ്ക്വയർ ഈക്വൽ ടു 4ax അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? 12x ഈക്വൽ ടു നോക്കാം. 12x ഈക്വൽ ടു 4ax ആണെങ്കിൽ എന്ത് വന്നു? 12 ഈക്വൽ ടു 4a അല്ലെങ്കിൽ a ഈക്വൽ ടു 12/4 വിച്ച് ഈസ് a ഈക്വൽ ടു എന്ത് കിട്ടി? 3 എന്ന് കിട്ടി അല്ലേ? നോക്കുക, y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന പാരാബോള എങ്ങനെ ഇരിക്കുന്നത്? y സ്ക്വയർ ഈക്വൽ ടു 4ax ലൈക്ക് ഓക്കെ. ഇങ്ങനെയാണ് എന്തിരിക്കുന്നത്? പാരാബോള. അങ്ങനെയാണെങ്കിൽ 3 0 ഫോക്കസ് എവിടെയാ? ആക്സിസിലാണ് എടുക്കുന്നത്. സോ ഈ ഒരു ആക്സിസിലാണെങ്കിൽ 3,0 എന്നായിരിക്കും. സോ ഇതിന്റെ കോർഡിനേറ്റ് ഓഫ് ദി ഫോക്കസ് എന്ത് വന്നു? a,0 അതായത് 3,0 എന്ന് വന്നു അല്ലെ? ഇനി സെക്കൻഡ് വൺ എന്താ? ഇക്വേഷൻ ഓഫ് ദി ഡയറക്ട്രിക്സ് അല്ലെ? ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ? ഇങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താ വരാ? x ഈക്വൽ ടു നെഗറ്റീവ് a അല്ലെ? x ഈക്വൽ ടു നെഗറ്റീവ് a ആയിരിക്കും. അതായത് എന്ത് വന്നു? x ഈക്വൽ ടു നെഗറ്റീവ് 3. x ഈക്വൽ ടു നെഗറ്റീവ് 3 ആണ്. ഇനി ലാസ്റ്റ് വൺ ലെങ്ത് ഓഫ് ലേറ്റസ്റ്റ് റെക്റ്റം എന്താ? അതും വളരെ എളുപ്പമാണ്. 4a ആയിരിക്കും അല്ലെ? 4a എന്ന് പറഞ്ഞാൽ എന്താ? 4 into 3 that is 12. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഈ ചാപ്റ്റർ. എന്തറിയണം? ഇക്വേഷൻ അറിയണം. റുമൈസ ആ ടേബിൾ ഫാൻ ഊരി തലയ്ക്ക് റെഡി എന്ന് തീരും.
ഞാൻ എൻ്റെ വായിലിരിക്കുന്ന പോലെ കേൾക്കും. ഞാൻ പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആ സമയത്ത് വേറെ ആൾക്കാരോട് വർത്താനം പറയാൻ തോന്നില്ല. സോ അത് ക്ലിയർ ആയോ? നോക്കാം. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ് axis and length of the latest rectum of the parabola y square equal to 8x. Okay, question എഴുതാ. ദേവപ്രിയ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ബി പാർട്ട് ഒന്നോടെ പറയാമോ? ബി പാർട്ട്. ഓക്കെ, ഈ ഒരു ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ എങ്കിൽ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ? y സ്ക്വയർ ഈക്വൽ ടു 4ax ആയിട്ടുള്ള പാരാബോളയുടെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ? y സ്ക്വയർ ഈക്വൽ ടു 4ax ആയിട്ടുള്ള പാരാബോളയുടെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്താ? x ഈക്വൽ ടു നെഗറ്റീവ് a. അപ്പൊ എയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ x ഈക്വൽ ടു എന്ത് വരും? -3 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത് ചെയ്യാം. എന്താണ്? y സ്ക്വയർ ഈക്വൽ ടു 8x ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? തന്നെ ചെയ്തേ. മീനാക്ഷി ഏത് ചാപ്റ്ററാ സ്കൂളിൽ എടുക്കുന്നേ? ഈ ചാപ്റ്റർ ആണോ? ഷാഹിദ്, ഓക്കെ, ഇത് തന്നെ ചെയ്യാം, വേഗം ചെയ്യാം. എഗെയിൻ അല്ലേ, y സ്ക്വയർ ഈക്വൽ ടു 8x ആണെങ്കിൽ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ സ്റ്റാൻഡേർഡ് ഫോം ഏതായിരിക്കും. അപ്പം അത് എഴുതുക ആൻഡ് അത് ഇക്വേറ്റ് ചെയ്യുക, എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. കഴിഞ്ഞു. ആൽബിൻ ഒന്ന് പറഞ്ഞേ, എന്ത് വരും? ഹലോ സാറേ. പറഞ്ഞോ ആൽബിൻ. ഞാനിപ്പോ നെറ്റ് പോയിരുന്നു. ഇവിടെ നെറ്റ് നല്ല മഴയുണ്ട്, അപ്പൊ നല്ല നെറ്റ് നല്ല വൈഗാബിൻ. കേക്കണ്ടാ? യെസ്, കേക്കുന്നുണ്ട്, പറഞ്ഞോ. ആദ്യം മറ്റേ y സ്ക്വയർ ഇക്വൽ ടു 4ax ഇല്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്ക്. എന്നിട്ട് 8x ഇക്വൽ ടു 4ax. ഓക്കെ, 8x ഈക്വൽ ടു 4ax. പിന്നെ ഞാൻ അങ്ങോട്ട് വെട്ടിയാളെ. ഇനി a ഇക്വൽ ടു 8/4. ഓക്കെ, then a equal a to 2 കിട്ടും. 8/4 2. Then what about the coordinates of the focus? 2/0 2,0.
again which is lie on the x axis. y square equal to 4x നേരത്തെ വരച്ച സെയിം ഫിഗർ തന്നെയാണ്. സോ അതിന്റെ കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കസ് എന്ത് വരും? a,0, അതായത് 2,0. ഇനി എന്തോന്നു ആക്സിസ് ഏതാ? അതെന്തിട്ടാ ഈ പാരാബോള ഏത് ആക്സിസിലാണ് കിടക്കുന്നത്? അങ്ങനെ ചോദിച്ചാ? ആ പാരാബോളയുടെ ഫിഗർ, പാരാബോള ഷേപ്പ് ഏത് ആക്സിസിലാണ് കിടക്കുന്നത്? എക്സ് ആക്സിസ് ആണോ? അതായത് ഈ ഫിഗർ ഇങ്ങനെയല്ല കിടക്കുന്നത്, അതെ എക്സ് ആക്സിസിലല്ല കിടക്കണേ, ഇതുമ്മല്ല കിടക്കണേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഐ മീൻസ് ഫോക്കസ് എവിടെയാന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഫിഗർ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഫോക്കസ് എവിടെയാണോ ഇരിക്കുന്നത്, ഫോക്കസ് എക്സ് ആക്സിസിൽ ഇരിക്കുന്നത്. സോ എന്താണ്, അതായിരിക്കും ഫോക്കസ് എടുക്കുന്ന ആക്സിസ് ആയിരിക്കും ഇതിന്റെ ആക്സിസ്, പാരാബോളയുടെ ആക്സിസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് ആക്സിസ് എന്ന് പറയാം. ഇനി അടുത്ത് ലെങ്ത് ഓഫ് ദി ലാറ്റിസ് വെക്ടർ എന്താ? 4 into 2 is equal to 8. Yes, 4 into 8 which is 4 into 2 which is equal to 8. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത് 2 or 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ, ഈ ഇക്വേഷൻ അറിഞ്ഞാൽ എന്ത് ചെയ്യാം? വെറുതെ ഇട്ട് കൊടുക്കാം, നമുക്ക് മാർക്ക് കിട്ടും. ക്ലിയർ? ഓക്കെ. ആൻഡ് parabola y square equal to ax which passes through the point 1,2, then 1,2 has focus at അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോക്കസ് ഉണ്ട് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എഴുതിയോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആയോ? എന്താ മനസ്സിലായേ ഒന്ന് പറഞ്ഞേ. A parabola y square equal to ax which passes through the point 1,2. ഓക്കെ, അതായത് ഒരു y square equal to ax എന്ന് പറയുന്ന ഒരു പാരാബോള ax ആണെങ്കിൽ y square equal to ax ആണെങ്കിൽ എന്തായിരിക്കും? അറിയാലോ. ആൻഡ് വിച്ച് പാസസ് ത്രൂ ദി പോയിന്റ് 1,2 എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ പോയെന്ന് വിചാരിക്കും. ഓക്കെ, ആൻഡ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോക്കസ് എന്തായിരിക്കും? ഇവിടുത്തെ ഫോക്കസ് എന്തായിരിക്കും? അതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. ഈ ഒരു കൈൻഡ് ഓഫ് ഇങ്ങനെയാണ് പരാബോള എങ്കിൽ ഇതിന്റെ ഫോക്കസ് നമുക്കറിയാം. ഫോക്കസ് എപ്പോഴും എവിടെ കിടക്കുക? എക്സ് ആക്സിസിലേ കിടക്കുള്ളൂ. ഇത് ഉറപ്പുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതാണ് ചോദ്യം അല്ലേ? അപ്പൊ നോക്കാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? y square equal to ax എന്ന് പറയുന്ന പാരാബോളയാണ് അല്ലേ?
ഈ പാരാബോളയിലെ ഈ പാരാബോളയെ കടന്നു പോകുന്ന ഒരു പോയിന്റ് ആണ് 1,2. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു സർക്കിൾ ഇതാണ്, അതായത് 1,2. ഓക്കെ, 1,2 എന്ന് പറയുന്ന സെന്റർ ആണ്, HK ആണ് ഈ പറയുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്ത് വരും? x മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ എന്ന് വരും, ആണല്ലോ. ഓക്കെ, എച്ചിന് കെക്കും പകരം നമ്മൾ എന്താ HK 1, 2 എന്ന് പറയുന്ന പോയിന്റുകൾ ഇട്ട് കൊടുത്താൽ ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഇക്വേഷൻ എന്ത് കിട്ടി? ഈ സാധനം കിട്ടി അല്ലെ. ഇനി ഒരു പോയിന്റ് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാണ്, എന്താ എല്ലാ 5,6 എന്ന് പറയുകയാണെങ്കിൽ എക്സിന്റെ അവിടെ 5ഉം വൈക്ക് പകരം 6 ഇട്ട് കൊടുക്കും അല്ലേ? അതെ. സോ ഈ സെയിം കൈൻഡ് ഓഫ് സംഭവം തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു പാരാബോളയിൽ കിടക്കുന്ന പോയിന്റ് ആണ് 1,2. അങ്ങനെയാണെങ്കിൽ എന്താണ് 1 എന്ന് പറയുന്ന പോയിന്റ് എക്സിനെയും 2 എന്ന് പറയുന്ന പോയിന്റ് വൈനെയാണ് ഉദ്ദേശിക്കുന്നത്, ആണല്ലോ, കോർഡിനേറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ y സ്ക്വയർ ഈക്വൽ ടു ax എന്ന് പറയുന്നതിൽ നമ്മൾ നേരത്തെ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ട പോലെ വൈക്ക് പകരം 2ഉം എക്സിന് പകരം എന്ത് ചെയ്യുന്നു? 1ഉം ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് 2 സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു 1, അതായത് a ഇൻറ്റു 1, അതായത് 4 ഈക്വൽ ടു a ഇൻറ്റു 1 എന്ന് വെച്ചാൽ a. അപ്പൊ നമുക്ക് എന്ത് വന്നു? ഇങ്ങനെ വന്നു. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? a ഈക്വൽ ടു 4 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഇനി പാരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം എഴുതാൻ പോവാം. ഇത് ഈ പാരാബോള മീൻസ് നമുക്ക് തന്നിരിക്കുന്ന പാരാബോള y സ്ക്വയർ ഈക്വൽ ടു ax എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ a നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, a നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് ഒരിക്കലും എന്തല്ല, ഒരു സ്റ്റാൻഡേർഡ് പാരാബോളയുടെ ഇക്വേഷൻ അല്ല അല്ലെ. നമുക്ക് y സ്ക്വയർ ഈക്വൽ ടു ax എന്ന് പറയുന്ന ഒരു പാരാബോളയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള a ആണ്, എയുടെ വാല്യൂ ആണ് 4 എന്നുകൊണ്ട് കിട്ടിയിരിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് പോവാണ്. സ്റ്റാൻഡേർഡ് ഫോം എന്താ? y സ്ക്വയർ ഈക്വൽ ടു 4ax ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ ഒരു ഇങ്ങനെയാണ് നമ്മുടെ ഇതെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എന്താ എയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്? വിച്ച് ഈസ് 4. നേരത്തെ കേസിൽ എയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ആ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. നമുക്ക് ഒറിജിനൽ y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എലിപ്സിൽ ഉള്ള എന്താണ് ഫോക്കസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് കിട്ടി. അതായത് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പാരാബോളയുടെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് കിട്ടി. നമുക്ക് എന്താ നമ്മുടെ സ്റ്റാൻഡേർഡ് പാരാബോളയായിട്ട് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ y സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിൽ ഇതിന്റെ ഡയറക്ട്രിക്സ് എന്ത് വരും? ഡയറക്ട്രിക്സ് x ഈക്വൽ ടു നെഗറ്റീവ് a വരും. ഡയറക്ട്രിക്സ് x ഈക്വൽ ടു നെഗറ്റീവ് a വരും. സോ നമുക്ക് അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്താ y സ്ക്വയർ ഈക്വൽ ടു 4x ഈക്വൽ ടു 4ax ആണ്. അങ്ങനെയാണെങ്കിൽ x കളഞ്ഞാൽ നമുക്ക് എന്ത് വരും? a ഈക്വൽ ടു 4/4 വിച്ച് ഈസ് ഈക്വൽ ടു 1. എയുടെ വാല്യൂ എന്ത് കിട്ടി? 1 ആയിരുന്നു. ക്ലിയർ ആയോ? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാരാബോള എന്ന് പറയുന്നത് y സ്ക്വയർ ഈക്വൽ ടു ax ആണ്. ആ ഒരു കേസിൽ ആ ഒരു പാരാബോളയിൽ കൂടെ കടന്നു പോകുന്ന ഒരു പോയിന്റ് 1,2 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എക്സിന് പകരം 1, വൈക്ക് പകരം 2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് വന്നു? y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുന്ന പാരാബോള കിട്ടി അവിടെ. അതായത് എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 4. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് സ്റ്റാൻഡേർഡ് എലിപ്സിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഇത് ഒരിക്കലും y സ്ക്വയർ ഈക്വൽ ടു ax എന്താണ്? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ല അല്ലെ. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 4ax ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. എയുടെ എന്തായിരുന്നിരിക്കാന്ന് അറിയില്ലല്ലോ. അപ്പൊ എയുടെ വാല്യൂ കണ്ടുപിടിച്ചാണ് എന്താ 4xും 4axും കൂടി ഇക്വേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ എന്ത് വന്നു? 1 എന്ന് വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയറക്ട്രിക്സിന്റെ a ഈക്വൽ ടു 1 ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി ഡയറക്ട്രിക്സ്, ഇക്വേഷൻ ഓഫ് ദി ഫൈനൽ ആൻസർ ആണ് ഇക്വേഷൻ ഓഫ് x ഈക്വൽ ടു നെഗറ്റീവ്. അതായത് x ഈക്വൽ നെഗറ്റീവ് വന്നു. ഫോക്കസ് ഈസ് അറ്റ് എന്താ 1,0.
എയുടെ വാല്യൂ 1 ആണല്ലോ, 1, 0. ക്ലിയർ ആയോ? കഴിഞ്ഞോ? കഴിഞ്ഞു അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആളിലോട്ട് പോവാം. അടുത്ത ആളാരാ? ആ, സർക്കിൾ കഴിഞ്ഞു, പാരാബോള കഴിഞ്ഞു. നെക്സ്റ്റ് ആളാണ് എലിപ്സ്. നോക്കാം, എലിപ്സ്. An ellipse is the set of all points in a plane, the sum of whose distances from the two fixed points in a plane is a constant. നോക്കാം, ഒരു 2 ഫോക്കസുകളുണ്ട്. ഓക്കെ, എന്താ F1 F2 എന്ന് പറയുന്ന 2 ഫോക്കസുകളുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് രണ്ടിന്റെ ഈ സം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ P1F1 പ്ലസ് P1F2 P2F1 പ്ലസ് P2F2 ഈക്വൽ ആയിരിക്കും. അഗെയിൻ അതും എന്താണ് P3F1 P3F2 അതിന്റെ രണ്ടും സമ്മും ഈക്വൽ ആയിരിക്കും. ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ? ഈ ഒരു ഡിസ്റ്റൻസുകൾ എന്തായിരിക്കും? രണ്ടുപേരുടെയും സമ്മുകൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, 2 ഫിക്സ്ഡ് പോയിന്റ് നമ്മൾ എന്ത് പറയുന്നു? ഫോക്കസ് എന്ന് പറയുന്നു. ആ ഫിഗർ മാത്രം വരച്ചാൽ മതി. അതും എൻ്റെ താഴെ കാര്യം എഴുതിയാൽ മതി. ഡെഫിനിഷൻ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ മെയിൻ ആൾക്കാരെ പരിചയപ്പെടാം. അതായത് സപ്പോസ് നമ്മുടെ എലിപ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ആൻഡ് 2 ഫോക്കസ് ഉണ്ട്, F1 ആൻഡ് F2 എന്ന് പറയുന്ന 2 ഫോക്കസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിലെ ഇങ്ങനെ വരയ്ക്കാൻ നമുക്ക് ഇതാ സെന്ററാണ് ആ ഒരു ലോങ്ങസ്റ്റ് മീൻസ് ലെങ്ത് കൂടുതലുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് കൂടുതലുള്ള ഈ ലൈൻ നമ്മൾ എന്താ മേജർ ആക്സിസ് എന്ന് പറയും. എന്താണ് മേജർ? വലുത്, കൂടുതലുള്ള ആൾ അല്ലെ, എന്താ മേജർ ആക്സിസ്. അപ്പോൾ ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് ആണ് ഈ കാണുന്നത്. എന്താണ്? 2 ടച്ച് ചെയ്യുന്ന പോയിന്റ് എലിപ്സിലെ ആ ഒരു 2 എൻഡുകൾ മുതൽ 2 എൻഡുകളെയും ടച്ച് ചെയ്ത് പോകുന്ന ആൻഡ് വൺസ് ഒരു കാര്യം കൂടെ ഉണ്ട്, എന്താ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന 2 ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന ലോങ്സ്റ്റ് ലെങ്ത് ഉള്ള ആ ഒരു ലൈൻ നമ്മൾ എന്ത് പറയുന്നു? മേജർ ആക്സിസ് എന്ന് പറയുന്നു അല്ലെ. ഇനി അപ്പോൾ എ ബി എന്താ മേജർ ആക്സിസ് ആയിരിക്കും. ആ എയും ബിയും ടച്ച് ചെയ്യുന്ന എലിപ്സിനെ ടച്ച് ചെയ്യുന്ന 2 പോയിന്റുകളെ നമ്മൾ എന്ത് പറയുന്നു? വേർട്ടെക്സ് എന്ന് പറയുന്നു. മറ്റേ പറഞ്ഞ പോലെ പാരാബോളയും ആ ഒരു ലൈൻ ടച്ച് ചെയ്ത് പോകുന്ന ആളെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? വേർട്ടെക്സ് എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ ഇതും എന്താ ഈ 2 പോയിന്റ് ആയിരിക്കും വരുന്നത്, വേർട്ടെക്സ്. ഇനി ലെങ്ത് കുറവുള്ള ആ ഒരു പോർഷൻ നമ്മൾ എന്ത് പറയും? മൈനർ ആക്സിസ് എന്ന് പറയും. മൈനർ DC അല്ലെങ്കിൽ CD ഈക്വൽ ടു എന്താ അവിടെ? മൈനർ ആക്സിസ് ആയിരിക്കും. ഓക്കെ,
ഓക്കെ. ഇതാ ഇനി അതിന്റെ ലെങ്ത്തുകൾ എങ്ങനെയാണ് എന്റെ മെഷേഴ്സ് വരുന്നത് നോക്കാം. നോക്കാം. ഒറിജിൻ മുതൽ ഇവിടെ നോക്കാം, ഈ ഫിഗർ നോക്കാം. ഒറിജിൻ O മുതൽ എനി ഫോക്കസ് വരെയുള്ള അല്ലെങ്കിൽ എനി ഫോസൈ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ സി എന്ന് മാർക്ക് ചെയ്യും. എന്താണ് സി? ഒറിജിൻ മുതൽ എന്താണ് ഏതെങ്കിലും ഫോസൈ വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സി. ഫോർ എക്സാമ്പിൾ OF2 അല്ലെങ്കിൽ OF1 അതിന്റെ ലെങ്ത് എന്താ? സി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ രണ്ട് ഫോക്കസുകൾ തമ്മിലുള്ള ദൂരം എന്തായി? സി പ്ലസ് സി, 2C ആയിട്ട് മാറി. കണ്ടോ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോക്കസ് എന്താ അല്ലെങ്കിൽ ഫോസൈ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോസൈ എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? സി പ്ലസ് സി, 2C ആയി. ഇനി ഒറിജിൻ മുതൽ ഏതെങ്കിലും ഒരു ഫോസൈ വരെയുള്ള ദൂരം എന്താ? സി ആണ്. ഇനി അടുത്തത് ഒറിജിൻ മുതൽ വേർട്ടെക്സ് വരെ, ഒറിജിൻ മുതൽ ആ ഒരു വേർട്ടെക്സ് വരെയുള്ള ദൂരം എന്താ? എ ആണെങ്കിൽ എ പ്ലസ് എ, 2A എന്ന് വന്നു. അപ്പൊ ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് ഈസ് ഈക്വൽ ടു എന്തായി? 2A. ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ് ഈക്വൽ ടു എന്തായി? 2B ആയിട്ട് മാറി. ഉണ്ടോ? ഇതാണ് കണ്ടുപിടിക്കുന്നത്. എന്താ? ഈ ഫിഗർ ആലോചിച്ചാൽ മതി. ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് എന്താ? 2A. ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ് 2B. അപ്പൊ തന്നെ നമുക്കറിയാം പകുതി ആളെയും പകുതി ആളെയും ആയിരിക്കും അല്ലെ. ഇനി രണ്ട് ഫോക്കസുകൾ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോസൈ ഏതാ? 2C ആണ് അല്ലെ. അപ്പൊ ഒറിജിൻ മുതൽ അവിടം വരെ അതിന്റെ പകുതിയാ, അവിടെ അങ്ങോട്ടും അടുത്ത ഫോക്കസ് വരെ ഉള്ളത് അതിന്റെ പകുതി ആയിരിക്കും. അപ്പോൾ സിയും അപ്പുറം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇതൊക്കെയാണ് ഈ ഒരു ഏരിയ എന്ന് എലിപ്സും ചോദിക്കുക. മറ്റവിടെ നമ്മൾ കണ്ടില്ലേ എന്താ? ഫോക്കസും ഡയറക്ട്രിക്സ് ഒക്കെ ചോദിച്ചാൽ കണ്ടില്ലേ? അതേപോലെ ലാറ്റിസ് സ്ട്രക്ചർ ഒക്കെ പോലെ ഇവിടെയും ചോദിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് എന്താ? മൈനർ ആക്സിസ് എന്താ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോസൈ എന്താ? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താ? 2A. ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ് 2B. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോസൈ 2C. ലെങ്ത് ഓഫ് ദി സെമി മേജർ ആക്സിസ്, സെമി എന്ന് പറഞ്ഞാൽ എന്താ? പകുതി അല്ലെ. സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ A, 2A ആണെങ്കിൽ പകുതി A ആയിരിക്കും. ലെങ്ത് ഓഫ് ദി സെമി മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? പകുതി, 2Bയുടെ പകുതി B. ഇക്വേഷൻ ഓഫ് ദി മേജർ ആക്സിസ് നോക്കാം. ഇക്വേഷൻ ഓഫ് ദി മേജർ ആക്സിസ്, മേജർ ആക്സിസിന്റെ ഇക്വേഷൻ ആണ് എന്ത് വരുന്നത്? y ഈക്വൽ ടു 0. എന്താണ്? y ഈക്വൽ ടു 0. ഇനി ഇക്വേഷൻ ഓഫ് ദി മൈനർ ആക്സിസ് എന്ത് വന്നു? x ഈക്വൽ ടു 0. ശ്രദ്ധിക്കുക, ഇക്വേഷൻ ഓഫ് ദി മേജർ ആക്സിസ്. അപ്പൊ മേജർ ആക്സിസ് കിടക്കുന്നത് എവിടെയാ? എക്സ് ആക്സിസിലാണ്. അപ്പൊ എന്താ? അവിടെ y 0 ആയിരിക്കും. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. y ഈക്വൽ ടു 0 എന്ന്. ലെങ്ത് ഓഫ് ഇക്വേഷൻ ഓഫ് ദി മൈനർ ആക്സിസ് എന്താ? അത് കിടക്കുന്നത് y ആക്സിസിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ x 0 ആയിരിക്കും. സോ x ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനി ലാസ്റ്റ് ഫോസൈയുടെ കോർഡിനേറ്റ് എന്താ? പ്ലസ് ഓർ മൈനസ് C,0. അതെന്താ ഈ പ്ലസ് ഓർ മൈനസ് വരാൻ കാരണം? ഒരാള് സെന്ററിന്റെ റൈറ്റ് സൈഡിലും മറ്റേ ആള് സെന്ററിന്റെ ലെഫ്റ്റ് സൈഡിലുമാണ് അല്ലെ. നോക്കിയേ, ഇത് ഒറിജിൻ ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. കണ്ടോ? അപ്പൊ എന്താ? പ്ലസ് ഓർ മൈനസ് വാല്യൂ ഇത് സെയിം ആയിരിക്കുമല്ലോ. എന്താ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും സെയിം ആയിരിക്കും. അപ്പൊ സപ്പോസ് ഇത് ഒറിജിൻ ആണ്, ഇതെന്താ 2,0 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതെന്ത് വരും? -2,0. അതാണ് അവിടെ പ്ലസ് ഓർ മൈനസ് C,0 എന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ. ഇത് കഴിഞ്ഞെങ്കിൽ എലിപ്സിന്റെ ഇക്വേഷൻ കാണിക്കണം. ഓക്കെ, ഇപ്പൊ കാണിക്കും. The relation between semi-major axis and semi-minor axis, distance between the focus, എല്ലാവരും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ. ഇവയുടെ റിലേഷൻ ഇതാണ് നെക്സ്റ്റ് പഠിക്കേണ്ട കാര്യം. എന്താ? A² ഈക്വൽ ടു B² പ്ലസ് C², ഓർ C ഫോക്കസ് ഇത് കണ്ടുപിടിക്കാൻ ചോദിക്കും, ഫോസൈ കണ്ടുപിടിക്കാൻ ചോദിക്കും. C ഈക്വൽ ടു എന്താ? √A² മൈനസ് B².
യെസ്, കാണിക്കാം. സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞ സ്ലൈഡ് ഇതാ. എഴുതാത്തവർ വേഗം എഴുതിയെടുക്കാം കേട്ടോ. ശ്രീരാജ് കഴിഞ്ഞോ? ഇനിയുണ്ടോ? കഴിഞ്ഞില്ല. ഓക്കെ, വേഗം എഴുതിയെടുക്കാം. കെൻസ എന്തായി, കഴിഞ്ഞോ? കംപ്ലീറ്റ്. ഷെസ എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ലിങ്ക് വാങ്ങിച്ച് കണ്ടോ? ഇല്ല. ഓക്കെ, ലിങ്ക് വാങ്ങിച്ച് കാണണം കേട്ടോ. കഴിഞ്ഞ കയറിയില്ലെങ്കിൽ എന്താ, ഞാൻ നോക്കിയില്ല, ക്ലാസ്സിൽ എല്ലാവരോടും കൂടെ പറയുന്നത്, ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് വാങ്ങിച്ച് കണ്ടിട്ട് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടില്ല. ഓ, കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു, നോട്ട്സിലുണ്ട്. ഞാനത് പെട്ടെന്ന് സാറ് ചോദിച്ചപ്പോ ഫുള്ള് ബ്ലാങ്ക് ആയി. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് വായിച്ചില്ല. എനിക്കും നഷ്ടം ആലോചിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, സോ ഇത് കഴിഞ്ഞോ? ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഷെസയുടെ പേരുണ്ടായിരുന്നു നോട്ട് എടുക്കാൻ. സോ ഇത് കഴിഞ്ഞവര് ഇനി ഏതാ എഴുതാത്ത? ഇത് എഴുതിയതാണ് എല്ലാവരും. ഓക്കെ, ഗതം. ഇനിതാ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എസെൻട്രിസിറ്റി. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വെരി സിമ്പിൾ. എന്താ, ഇ ഈക്വൽ ടു സി ബൈ എ. എസെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താ, റേഷ്യോ ആണ് അല്ലെ, സംതിങ് എ ബൈ ബി ആണെങ്കിൽ എന്താ, നമുക്ക് അതിനെ റേഷ്യോ എന്ന് പറയും അല്ലെ. റേഷ്യോ ഓഫ് ദി എന്തൊക്കെയാ, ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് ദി എലിപ്സ് ടു ദി വൺ ഓഫ് ദി ഫോസൈ, അതാണല്ലോ സി. അതും പിന്നെന്താ, വൺ ഓഫ് ദി വേർട്ടീസസ് ഓഫ് ദി എലിപ്സ്, ഏതെങ്കിലും ഒരു വേർട്ടീസസും തമ്മിലുള്ള റേഷ്യോ, അതിന് നമുക്ക് എന്ത് പറയാം, എസെൻട്രിസിറ്റി എന്ന് പറയാം. ഈക്വൽ ടു സി ബൈ എ. ഇനിയാണ് നമ്മൾ പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ്. രണ്ട് ടൈപ്പ് എലിപ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഇതേപോലെ ഇരിക്കുന്ന ഒരു എലിപ്സ്, ഇതിന്റെ ഇക്വേഷൻ ആണ്, കണ്ടോളൂ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1, വേർ എ ഗ്രേറ്റർ ദാൻ ബി. എന്നാലോചിച്ച് നോക്കുക, എ എന്തായിരിക്കും, വലുതായിരിക്കും അല്ലെ. എന്തുകൊണ്ടാ? ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിനേക്കാൾ വലുത്, അറിയാലോ, എലിപ്സ് ഇരിക്കുന്ന ഷേപ്പ് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് പറയാം, എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് ടൈപ്പ് എലിപ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് എലിപ്സും നമ്മൾ ഇതിന്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ, ഈ ഡിനോമിനേറ്റർ വെച്ചിട്ടാ, എയും ബിയും വെച്ചിട്ടാണ് രണ്ട് എലിപ്സ് ഇതാണോ ഇതിന്റെ അടുത്ത് കാണിക്കാൻ പോണതാണോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇത് പഠിക്കുമ്പോൾ ഇതിന്റെ കണ്ടീഷനോട് പഠിക്കുക, അല്ലെങ്കിൽ ഫിഗർ ആലോചിച്ചാൽ മതി. എന്താ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇങ്ങനെയാണ് എലിപ്സ് ഇരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്താ, കൂടുതൽ ഭാഗം എക്സ് ആക്സിസിലായിരിക്കും, ഐ മീൻസ് എക്കായിരിക്കും ലെങ്ത് കൂടുതൽ, ബി കുറവായിരിക്കും. ഇനി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എന്താ, എക്സ് ആക്സിസിലാണ് എ കിടക്കുന്നത് അല്ലെ. എ എന്ന് പറയുന്നത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സ് ആക്സിസിലാണ്. അപ്പൊ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ഇവിടെ എന്താ, ബി യേക്കാൾ വലുതാണ് ഇവിടെ. ഓക്കെ, ഇനി എന്താ, എ കോമ 0, അത് പിന്നെ അറിയാലോ, എന്താ
ഇത് a,0 ആയിരിക്കും. ലെഫ്റ്റ് ആണെങ്കിൽ എന്താ നെഗറ്റീവ് a,0 ആയിരിക്കും. മുകളിൽ എന്തായാലും 0,b ആയിരിക്കും. താഴെ എന്താ 0,-b ആയിരിക്കും. പിന്നെ ഫോക്കസ് രണ്ട് ഫോസൈകൾ എന്താ c,0യും നെഗറ്റീവ് c,0 ആയിരിക്കും. അറിയാലോ, കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. ഇനി എസെൻട്രിസിറ്റി കാണിക്കും. ഡെഫിനിഷൻ എഴുതണ്ട, E = c/a എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പഠിച്ചു, സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ആൻ എലിപ്സ്. ഇതാ സെക്കൻഡ് കേസ് ആണ്. എങ്ങനെയാ, ഇതുപോലെ ഫിഗർ ഇതേപോലെ കൂടുതൽ ലെങ്ത് കൂടുതലുള്ള എവിടെയാ, ഈ y ആക്സിസിലായിരിക്കും. അവിടുത്തെ എലിപ്സിന്റെ പോർഷൻ ആയിരിക്കും കൂടുതലുള്ളത്. സോ ഈ ഒരു ഇക്വേഷൻ എന്ത് വന്നു, x². ഇനി നോക്കുക, ഇവിടെ x ആക്സിസിലെ ഏതാ ബിയുടെ ലെങ്ത് ആണുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് x²/b² പ്ലസ് y²/a² = 1 എന്ന് വന്നു. ഇനി ഇവിടുത്തെ കണ്ടീഷൻ എന്താ, a > b ആയിരിക്കും. അതായത് എക്സിന്റെ താഴെ ആയിരിക്കും എന്ത് ചെറിയ നമ്പർ വരുന്നത്. ഐ മീൻ ബി എന്ന് പറയുന്ന ലെങ്ത് വരുന്ന അവിടെ എക്സിന്റെ താഴെ ആയിരിക്കും. ഉണ്ടോ, x²/b² പ്ലസ് y²/a² = 1 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പോയിന്റുകളൊക്കെ എന്താ, b, 0, -b, 0, 0,a, 0,-a. അപ്പോൾ ഇതിന്റെ ഫോസൈ എന്ത് വരും, പ്ലസ് 0, ±c, 0,c-യും 0,-c-യും ആയിരിക്കും വരുന്നത്. സോ നമുക്ക് രണ്ടും കണക്ട് ചെയ്തിട്ട് എന്താ 0, ±c എന്ന് പറയാൻ പറ്റും. ക്ലിയർ? ഓക്കെ, നിങ്ങൾക്ക് ഇതാ ഈ ഇനി ഇവിടെ പഠിക്കാനുള്ള കാര്യമാണ് ലേറ്റസ്റ്റ് വെക്റ്റം. ലെങ്ത് ഓഫ് ദി ലേറ്റസ്റ്റ് വെക്റ്റം ആണ്, പക്ഷെ 4a ആയിരിക്കില്ല. എലിപ്സിന്റെ കേസിൽ എന്താ, കണ്ടോ, 2b²/a. ലെങ്ത് ഓഫ് ദി latest vector is equal to 2b²/a ആയിരിക്കും ഇക്വേഷൻ. കണ്ടോ, അതായത് ഈ ഒരു യെല്ലോ കളറിൽ കാണുന്ന ലെങ്ത് ഫോക്കസിൽ കൂടെ എന്താണ് കടന്നു പോകുന്ന ആ ഒരു പെർപെൻഡിക്കുലർ ലൈനിനെ നമ്മൾ എന്ത് പറയുന്നു, ലെങ്ത് ഓഫ് ദി ലേറ്റസ്റ്റ് വെക്റ്റം എന്ന് പറയുന്നു. രണ്ടിന്റെയും ഹൈറ്റ് എന്താ സെയിം ആയിരിക്കും. F1 കൂടെ പോകുന്നതാണെങ്കിലും F2 കൂടെ പോകുന്നതാണെങ്കിലും രണ്ടിന്റെയും ലെങ്ത് ഹൈറ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, 2b²/a ആയിരിക്കും. കഴിഞ്ഞോ? ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരുമിച്ച് എല്ലാം കൂടി ഇന്ന് കാണണമെങ്കിൽ നമുക്ക് ക്യാപ്സ്യൂൾ നോട്ട് തന്നിട്ടുണ്ട്, അതിലുണ്ട്. നോക്കി, ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് x²/a² പ്ലസ് y²/b² ആണെങ്കിൽ = 1 ആണെങ്കിൽ എന്താ a ആയിരിക്കും അവിടെ വലുത്, a > b ആയിരിക്കും. വേർട്ടീസസ് അതിന്റെ ലെങ്ത് എന്തായിരിക്കും, മേജർ ആക്സിന്റെ ലെങ്ത് എന്താ, മൈനർ ആക്സിന്റെ ലെങ്ത് എന്താ, ഇതൊക്കെ നോക്കാം.
നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ. ഇപ്പൊ നോക്കുക, പ്ലസ് ഓർ മൈനസ് C,0 നമ്മൾ എന്ത് പറഞ്ഞു, ഫോസൈ പറഞ്ഞു അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് E ഈക്വൽ ടു എന്താ, C/A അല്ലേ. അപ്പൊ നമുക്ക് C ഈക്വൽ ടു AE എന്ന് എഴുതാം. മനസ്സിലായോ? E ഈക്വൽ ടു C/A ആണല്ലോ. C ഈക്വൽ ടു EA എന്ന് എഴുതാം. ഇതാണ് ഇവിടെ പ്ലസ് ഓർ മൈനസ് C,0 ഓർ AE എന്ന് എഴുതിയിരിക്കുന്നു. പ്ലസ് ഓർ മൈനസ് AE,0 എന്ന് എഴുതിയിരിക്കുന്നു. കണ്ടോ? സെൻട്രിസിറ്റിയും അതേപോലെ ലാറ്റിസ് സ്ട്രക്ചറും ഒക്കെ സെയിം തന്നെയാണ്. ഇയാളുടെ തന്നെ ആയിരിക്കും ഇയാളുടെ റിലേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഇത് നോട്ടിലുണ്ട്, ക്യാപ്ഷൻ നോട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി എന്താ അതിലേക്ക് എഴുതി വയ്ക്കാം. നമുക്കിപ്പോൾ എലിപ്സിന്റെ കുറച്ച് പ്രോബ്ലത്തിലോട്ട് പോവാം. നോക്കാം. ഇതാ, ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോസൈ, ദി ലെങ്ത് ഓഫ് എന്താ കണ്ടുപിടിക്കണം, ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി ഫോസൈ, ദി ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് ആൻഡ് ദി ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ്, lattice spectrum and eccentricity of the ellipse x square by 36 plus y square by 16 equal to 1. കണ്ടോ? അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. നമുക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആരതി സ്ക്രീൻഷോട്ട് ചെയ്യാൻ ക്യാപ്ഷൻ നോട്ടിലുണ്ട് കേട്ടോ, അതിൽ നോക്കിയാൽ മതി. എഴുതിയോ? ഷാഹിദ് എന്താ തല കിടന്ന ആടുണ്ടല്ലോ. എന്റെ ചേച്ചി എന്ന പാരന്റ്സ് മീറ്റിങ്ങിന് വന്നിട്ട് പറഞ്ഞല്ലോ നീ ഒന്ന് പഠിക്കലാന്ന് പറഞ്ഞല്ലോ. ആമാ, അതെന്താ നീ നീ അവിടെ ഇരുന്ന് ഭയങ്കര പഠിപ്പൊക്കെ എന്ന് പറയണ്ട്, ബുക്ക് തുറന്നിരിക്കുന്നോ അങ്ങനെ എന്താ പറയണ്ടില്ല. ആ ബുക്കിന്റെ ഇടയിൽ നീ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇരുന്ന് വായിക്കാണോ ഇനി? ആ ബുക്ക് തന്നെയാണ് വായിക്കുന്നത് അല്ലേ? എന്നിട്ട് പിന്നെ എന്ത് പറ്റി നിനക്ക് മാർക്ക് പറയാൻ? നീ കുറെ സമയം ഇരുന്ന് പഠിക്കുന്നുണ്ടെന്നാ ചേച്ചി എന്നോട് പറഞ്ഞ. അതെന്താ അങ്ങനെ? അമ്മേന്നാ? എന്ത് അമ്മോയാ? അതെന്ത് അമ്മോയോ? അതെ മീൻസ് യെസ് കറക്റ്റ്. അതാണോ നീ ഉദ്ദേശിച്ചത്? അറിയില്ല എന്നാണ് നിങ്ങൾ അമ്മോ എന്ന് പറയാ അല്ലേ കാസർഗോഡ്? അതൊരു രാജ്യമായി പ്രഖ്യാപിച്ചൂടെ? ഏതോ ഭാഷ അല്ലേ? ഓക്കെ, ഇത് പറയും, നീ ഉത്തരം പറയും. നിന്റെ കാര്യങ്ങൾ നിനക്കറിയില്ലെങ്കിൽ പിന്നെ ലോകത്തിൽ ആർക്കറിയാം? ദൈവത്തിന് പോലും പകുതി അറിയുള്ളൂ. താൻ പാതി ദൈവം പാതി. പറയും. നീ എന്താ ബുക്ക് തുറന്നു വെച്ചിട്ട് നീ എന്താ ചെയ്യണം അവിടെ? ഒന്നും ചെയ്യല്ല. അതാ മാർക്കില്ലാത്ത. ഒന്നും ചെയ്യല്ല നീ. പറയട ഷാഹിദേ, നാണോ ഇല്ലേ നിന്നോട് ചോദ്യം ചോദിച്ചിട്ട് മിണ്ടാതിരിക്കുക? നീ എന്താണ് ബുക്ക് തുറന്നു വെച്ചിട്ട് നീ എന്ത് ചെയ്യുന്നേ? നിനക്ക് മാർക്കില്ല, നീ ഫുൾ ടൈം ബുക്ക് തുറന്നു വെച്ചിരിക്കുന്നതാണ് എന്നോട് ചേച്ചി പറഞ്ഞത്. പിന്നെ നീ എപ്പോഴാ പഠിക്കുന്നേ? നിന്റെ ഡെയിലി റൂട്ടീൻ ഒന്ന് കേക്കട്ടെ പറഞ്ഞു.
ഇപ്പായിട്ട് രാവിലെ എനിക്കും ഓ ഇപ്പൊ രാവിലെ എനിക്കും. ഓ ഞങ്ങള് പിന്നെ ഉച്ചയ്ക്ക് എനിക്കായിരുന്നു. പിന്നെ അങ്ങനല്ല, ടൈം പറയ്. നേരത്തെ എനിക്ക് 5 മണിക്ക് 5 മണിക്ക് എനിക്ക്. ഓക്കെ പിന്നെ 5 കേക്കട്ടെ. മുക്കാലാവും. അപ്പൊ 5:45. ഓക്കെ പിന്നെ എനിക്ക് 5 മുക്കാലിന് പള്ളി കഴിഞ്ഞിട്ട് വരും. എനിക്ക് ബുക്ക് പള്ളിയിലേക്ക് പോവും. 5 മുക്കാലിന് പള്ളിയിൽ നിന്ന് വരും ഇങ്ങോട്ട്. അപ്പൊ നീ നിസ്കരിച്ച് എണീക്കുന്നത് കഴിഞ്ഞിട്ട്. 5 മണിക്ക്. അത് പഠിപ്പിക്കും ഓട്ടത്തി. സോറി എന്ത്? ചേച്ചി പഠിപ്പിക്കൂന്ന് നേരത്തെ. ഓക്കെ എന്നിട്ട് നീ ആ സമയം ഒന്ന് പറയടാ. 5 മണിക്ക് നീ എനിക്കോ? 5 മണിക്ക് അനുസരിച്ച് നേരെ പള്ളിയിലേക്ക് അയക്കും. ദെൻ ഇത് നിസ്കരിച്ചിട്ട് 5 മുക്കാല 5 മണിയല്ല, ഒരു 5:25 5:30 ഓക്കെ എനിക്ക് പള്ളിയിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോ 5 മുക്കാലാവും. ഓക്കെ പിന്നെ എനിക്ക് യൂട്യൂബ് കുറച്ച് ക്ലാസ് നോക്കും. ഓക്കെ പിന്നെ അതാണ്ട് പഠിക്കും. ഓക്കെ നീ ഇന്ന് ഏത് യൂട്യൂബ് എന്താ നീ പഠിച്ചത് കേക്കട്ടെ. യൂട്യൂബിനെ കാര്യം എനിക്ക് അറിയണ്ട. നീ എന്താ പഠിച്ചേ? എന്നാ പറയും ഇന്ന് ഇന്ന് ഞാൻ പഠിച്ചിട്ടാ. പഠിച്ചില്ല. നീ ഇന്നലെ എന്താ പഠിച്ചേ? ഇന്നലെ ഇംഗ്ലീഷ്. ഓക്കെ ഇംഗ്ലീഷില് ഓക്കെ നീ സയൻസ് സബ്ജക്ട് പഠിച്ച ദിവസം എന്ന് പറഞ്ഞേ. ഞാൻ സയൻസ് സബ്ജക്ട് പഠിച്ച ദിവസം എന്ന് പറഞ്ഞേ. ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചു. ഓക്കെ ഫൈൻ. അതിന് മുൻപത്തെ ദിവസം അങ്ങനെ വേറെ പ്ലാൻ ഒന്നുമില്ല. മീഡിയ ഏത് കാണണം അപ്പൊ അതിന്ന് പഠിക്കും, അതാണോ? ഏകദേശിട്ടുണ്ട്. ഓക്കെ നാളെ ഇനി എന്താ കാണാൻ പോകുന്നേ? നാളെ ഫിസിക്സ് ആയിട്ട് നോക്കണം. ഫിസിക്സ്. ഓക്കെ ഏത് ചാപ്റ്ററാ? ലെറ്റ് മീ ഞാൻ ആസ്ക് പഠിച്ച ഒന്നിന്ന് തുടങ്ങണം. ഓഹോ ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിന്റെ അസുഖം മനസ്സിലായി എനിക്ക് മനസ്സിലായി. ഇംഗ്ലീഷ് ഇന്നലെ 1 തുടങ്ങിയേ? ഇംഗ്ലീഷ് ഏകദേശം അറിയാം. ഏകദേശം അറിയാം. നീ ഇന്നലെ പഠിച്ച ചാപ്റ്ററിന്റെ പേരേതാ? എന്തോ ഒരു പാട്ട്. എന്തോ ഒരു പാട്ട്. അതേത് പേര്? നാടൻ പാട്ട് എങ്ങനെയാണോ പഠിച്ചത് ഇന്നലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ? എന്തോ ഒരു പാട്ട്. എന്നിട്ട് ആ പാട്ടിൽ എന്താ അതാരാ എഴുതിയേ? ഷാൻ റഹ്മാൻ എങ്ങനെയാണോ കമ്പോസ് ചെയ്തത്? യൂട്യൂബിലെ HW ഹോംവർക്കിന് നമ്മൾ എഴുതുന്നല്ലേ ഷോർട്ട് ഫോം. ലോങ് ഫെല്ലോ. നീ എടുത്ത ചാപ്റ്റർ ഏതായാലും കൊള്ളാം. സൺറൈസ് ഓഫ് ദി ഹിൽസ്. സൺറൈസ് ഓഫ് ദി ഹിൽസ്. ഓക്കെ ഇത് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ അതിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. സൺറൈസ് ഓഫ് ദി ഹിൽസ്. നീ ഉളുപ്പുണ്ടെങ്കിൽ നീ അതിനെ പറ്റി പറഞ്ഞു. അത് നാച്ചറിനെ കുറിച്ചല്ല പറയുന്നത്. നാച്ചറാ? നേച്ചർ. ഓക്കെ നേച്ചർ. ഓക്കെ അത് ഇഷ്ടായി, നല്ല രസമുണ്ട്. പിന്നെ വാട്ടർഫാള് അങ്ങനത്തെ എന്തെല്ലാം കുറിച്ച് അറിയുന്നത്. ക്ലൗഡ്, വാലി, ബേർഡ്സിന്റെ സൗണ്ട്. അത് നീ കേട്ടോ? ബേർഡ്സിന്റെ സൗണ്ട് അത് വായിക്കുമ്പോ കേൾക്കാൻ പറ്റുമോ? പിന്നെ റൈമിംഗ് സ്കീംസ്. ഓക്കെ ഏതൊക്കെയാ അതിലുള്ള ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. ഒരു റൈമിംഗ് സ്കീം ഒന്ന് പറഞ്ഞു. ഓക്കെ എ എന്തിനാ സ്റ്റാൻഡ്? എ സ്റ്റാൻഡ്സ് ഫോർ ഏതാ? ഏതായിട്ടാ ആ വാക്ക് പറഞ്ഞേ? അതങ്ങനെ പഠിച്ചേ. അപ്പൊ റൈമിംഗ് സ്കീം ചോദിച്ചാ AABBCC എന്ന് എഴുതി വെച്ചാൽ മതി അല്ലേ? അത് ചോദിക്കൂല. എന്റെ പൊന്നു മോനെ, നീയേ കടന്നൂരുണ്ടിട്ട് പോയി കുളിക്കും കേട്ടാ. ചെളിയാവുന്നത്. ഇത്രയും പേര് ഇവിടെ കേട്ടിരിക്കുക. നാണം ഉണ്ട് നിനക്ക്? നാണം ഉളുപ്പുണ്ട് നിനക്ക്? വേർത്ത് കുളിച്ചവൻ. അവൻ വേർത്ത് കുളിച്ചു. നോണ പറയണ്ടേ അല്ലേ? എത്ര മിനിറ്റ് നോണ പറഞ്ഞ നീ എന്നോട്? 6 മിനിറ്റാ? 5 മിനിറ്റാ? ചോദിച്ചോ ഇംഗ്ലീഷ്. അവന്
അവനൊന്നും കാണാൻ പറ്റില്ല, അവൻ വേർത്ത് കുളിച്ചു. എന്റെ ഷാഹിദേ. ഇതൊക്കെ കാണണം ഒരു ദിവസം ജീവിക്കണമെങ്കിൽ അല്ലേ. നോക്കാം, x² / 36 + y² / 16 = 1. അപ്പോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഏത് കൈൻഡ് ഓഫ് എലിപ്സ് ആയിരിക്കും? ഞാൻ പറഞ്ഞു x² താഴത്തെ ഡിനോമിനേറ്റേഴ്സ് നോക്കുക. 36ഉം 16 ആണ് വന്നിരിക്കുന്നത് അല്ലേ. 36ഉം 16 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ എക്സിന് താഴെ വലിയ നമ്പർ വരണമെങ്കിൽ ആ ഒരു എലിപ്സ് എങ്ങനെയായിരിക്കും ഇരിക്കുക? എക്സിന് താഴെ ഞാൻ പറഞ്ഞു ഈ ഫിഗർ ആലോചിക്കുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആണ്, ഇതിലൊരു മാറ്റമില്ല. ഇവിടെ ആയിരിക്കും കൂടുതൽ അല്ലെ. എക്സിന് താഴെ 36 ആണ്, ഐ മീൻസ് കൂടുതലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഫിഗർ എങ്ങനെയാ? ഇതേപോലെ ആയിരിക്കും അല്ലെ. ഇതാണ് ഹൈ അല്ലേ, ഇതാണ് ഹൈ, ഇതെന്താ ലോ ആണ്, കുറച്ചുള്ളൂ അല്ലെ. അപ്പോൾ ഇത് ഹൈ ആയിട്ട് വരണമെങ്കിൽ എക്സിന് താഴെ വലിയതാണ് അല്ലെ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എലിപ്സ് എന്താ? ഇതാ ഈ ഒരു ഫിഗർ വരെ x² / a² + y² / b² = 1 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് എലിപ്സ് ആണ് നമ്മുടെ എന്ത് വരുന്നത്, ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. നമുക്ക് ഇയാളെ എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. x² / 36നെ ഏതിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റും? 6 അല്ലെ. 6² + y² / 4² = 1. ഓക്കെ, ഇനി എന്താ? ഇതിൽ നിന്ന് എയും കണ്ടുപിടിക്കാൻ പറ്റും, ബിയും കണ്ടുപിടിക്കാൻ പറ്റും. സോ a = എന്ത് വന്നു? a = 6 വന്നു, b = 4 വന്നു അല്ലെ. ഇനി നമുക്ക് എന്തൊക്കെ വേണ്ട ഇവിടെ നോക്കാം. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോസൈ അല്ലെ. കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോസൈ മീൻസ് എന്താ? ഇങ്ങനെയാണ് നമ്മുടെ സംഭവമെങ്കിൽ ഇതും ആയിരിക്കും കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ അല്ലെ. എന്താ? c, 0യും -c, 0 ഓർ ± c, 0. അപ്പോൾ ഈ ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് എലിപ്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ എന്ത് വരണം തലയിൽ? എല്ലാ ഇക്വേഷൻസും വരണം. ഏതാ? ലെങ്ത് ഓഫ് ദി മേജർ, മൈനർ, പിന്നെ ഫോസൈ, എസെൻട്രിസിറ്റി, ലാറ്റിസ് റെക്റ്റം, അങ്ങനെ എല്ലാവരും നമ്മുടെ തലയിൽ വരണം. ക്ലിയർ? അപ്പോൾ നമുക്ക് c കണ്ടുപിടിക്കാൻ പറ്റും. c = അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. a² = എന്തായിരുന്നു ഇക്വേഷൻ? c = √(a² - b²) അല്ലേ. ഇങ്ങനെയാണെങ്കിൽ എഴുതാം. ഇതായിരുന്നു നമ്മുടെ c കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? c കണ്ടുപിടിക്കാൻ പറ്റും. c = √(a² എന്ന് പറഞ്ഞാൽ എന്താ? 36 ആണ്, -16. അപ്പോൾ നമുക്ക് c = എന്ത് വന്നു? √20. c = √20 എന്ന് വന്നു. കണ്ടോ, വളരെ എളുപ്പമാണ്. c = √20. അപ്പൊ നമുക്ക് എന്താ കിട്ടി? ഫോസൈ = ± c, 0, which is equal to ± √20, 0. ഓക്കെ, ±√20, 0. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, എന്താ ഇക്വേഷൻ? എന്താ? 2a. ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് = 2a. അതായത് 2 × എയുടെ വാല്യൂ എന്താ? 6 ആണ്, വിച്ച് ഈസ് 12. ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് = 12 എന്ന് വന്നു. ഇനി അടുത്ത ആള് എന്താ? പിന്നെന്താ വേണ്ടേ? ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ് അല്ലെ. ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ് വിച്ച് ഈസ് 2b. 2b ആണെങ്കിൽ 2 × 4, which is 8. ക്ലിയർ? ഇനി അടുത്ത ആള് എന്താ? ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്റ്റം അല്ലെ. ലാറ്റിസ് റെക്റ്റം 2b² / a. 2b² / a. അപ്പൊ നമുക്ക് 2 × b² എന്താ? 16 ആണ്. ബൈ എയുടെ വാല്യൂ എന്താ? 6 ആണ്. അപ്പൊ നമുക്ക് എന്താ? 32/6 വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് എഴുതാം? 16/3 അല്ലേ. 16/3 എന്ന് എഴുതാം. ഇനി എന്ത് വേണം?
എസെൻട്രിസിറ്റി അല്ലേ, എസെൻട്രിസിറ്റി. ഇ ഈക്വൽ ടു സി ബൈ എ. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ അറിയാം, റൂട്ട് 20 ആണ്, ബൈ എയുടെ വാല്യൂ 6 ആണ്. സോ റൂട്ട് 20/6. കണ്ട, എത്രയേ ഉള്ളൂ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ, അന്ന് ആലോചിച്ച് നോക്കുക. വളരെ എളുപ്പമാണ്. ആകെ അറിയേണ്ട കാര്യം ഇക്വേഷൻ തെറ്റുകൂടാതെ അറിയണം. പിന്നെ അതിലോട്ട് വെറുതെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി എന്തൊക്കെ ഇവിടെ കണ്ടുപിടിക്കാം? വേർട്ടീസസ്. എന്താ വേർട്ടീസസ്? എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് a,0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് 6,0 എന്നൊക്കെ എഴുതാൻ വേണമെങ്കിൽ. ഓക്കെ, എല്ലാ ഡാറ്റ എഴുതാൻ പറ്റും. നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. എന്താ? കോർഡിനേറ്റ് ഓഫ് ദി ഫോഴ്സ് എഴുതിയിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് എഴുതി, മൈനർ ആക്സിസ് എഴുതി, ലാറ്റിസ് ഫാക്ടർ എഴുതി, എസെൻട്രിസിറ്റി എഴുതി. ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, ചെയ്ത് നോക്കിയേ. ഇവിടെ നോക്കുക, ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോഴ്സ്, ദി വേർട്ടീസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എസെൻട്രിസിറ്റി ഒക്കെ കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ നോക്കുക, 36x² പ്ലസ് 4y² ഈക്വൽ ടു 144 എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ ഇവൻ 2 സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എലിപ്സ് എങ്ങനെയാണ് കിടക്കുന്നത്? സംതിങ് എന്തെങ്കിലും x² ഇത് പ്ലസ് y² ഇത് ഈക്വൽ ടു 1 അല്ലെ? ഈക്വൽ ടു എന്ത് വരണം? 1 വരണം. റിമൈനിങ് ഒക്കെ അതിന്റെ ഇതുപോലെ ഇരിക്കും. സോ ഈക്വൽ ടു 1 വരണം. അപ്പോൾ ഈ ഒരു 36x² പ്ലസ് 4y² ഈക്വൽ ടു 144 ആണെങ്കിൽ നോക്കുക, ഇവിടെ 1 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ ടുവിന് ശേഷം, ദാറ്റ് മീൻസ് റൈറ്റ് സൈഡിൽ 1 വരണമെങ്കിൽ എന്താ? അയാളെ 144 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെയും ചെയ്യണം. ഇത്രയും കാര്യം. ഓക്കെ, സോ എന്തായി? 36 144ൽ എത്ര തവണ പോവും? ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് നോക്കുക. 36 144ൽ എത്ര തവണ പോവും? ഫോർ ടൈംസ് അല്ലേ? അപ്പോൾ x²/4 പ്ലസ് അഗെയിൻ 4 144ൽ അറിയാം. എന്താ? 36. y²/36 ഈക്വൽ ടു 1. ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ആയില്ലേ? കണ്ടോ? ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ആയി. ഇനി ഇത് ഏത് ഫോമാറ്റാ? വൈയുടെ അവിടെയാണ് കൂടുതൽ ലെങ്ത് വരുന്നത് അല്ലേ? വൈ ആക്സിസിലാണ് കൂടുതൽ ലെങ്ത് വരുന്നത്. സോ നമ്മുടെ എലിപ്സ് എങ്ങനെ ഇരിക്കുക? ഇതേപോലെ ആയിരിക്കും ഇരിക്കുക. എക്സിന്റെ അവിടെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഈ ഒരു എലിപ്സ് ആണെന്ന് മനസ്സിലായി. സോ ഈ ഒരു കേസുകൾ ചെയ്യാം, ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്തായിട്ട് മാറും? x²/b² പ്ലസ് y²/a² ഈക്വൽ ടു 1 എന്നായി. അപ്പൊ അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? a ഈക്വൽ ടു 6 എന്ന് എഴുതാം, b ഈക്വൽ ടു 2, 4 ആണ് വരുന്നത്. അപ്പോൾ 2². അപ്പോൾ b ഈക്വൽ ടു 2 വരുന്നു. പിന്നെ എന്ത് വരും? എന്തൊക്കെ കാര്യങ്ങൾ വരും? എന്തൊക്കെ കണ്ടുപിടിക്കണം? കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോഴ്സ്. അതിന് വേണ്ടി എന്തറിയണം? c അറിയണം. c ഈക്വൽ ടു എന്താ? അഗെയിൻ സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് b². സ്ക്വയർ റൂട്ട് ഓഫ് a² മൈനസ് b² റൂട്ട് ഓഫ് 32. c ഈക്വൽ ടു റൂട്ട് ഓഫ് 32 എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിച്ചോ. then കോർഡിനേറ്റ് എന്ത് വരും? കോർഡിനേറ്റ് ഓഫ് ഫോഴ്സ് 0, പ്ലസ് ഓർ മൈനസ് c ആണ്. ശ്രദ്ധിക്കുക, 0, പ്ലസ് ഓർ മൈനസ് റൂട്ട് 32. 0, പ്ലസ് ഓർ മൈനസ് റൂട്ട് 32 അല്ലേ? ഇനി എന്ത് വരും? വേർട്ടീസസ്. വേർട്ടീസസ് എന്താ? ഇവിടെ എന്താ വരാ? 0, പ്ലസ് ഓർ മൈനസ് a ആണ് അല്ലേ? അപ്പൊ കഴിഞ്ഞതാ 0, പ്ലസ് ഓർ മൈനസ് 6 വന്നു. ഇനി എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈക്വൽ ടു 2a ആണ് അല്ലേ? അപ്പൊ എന്ത് വന്നു? 2 × 6 which is equal to 12. 12 വരും. ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് ഈക്വൽ ടു 12 വരും.
ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, ലെങ്ത് ഓഫ് ഈക്വൽ ടു 2b അല്ലെ. അപ്പോൾ 2 ഇൻറ്റു ബി എന്തായിരുന്നു 2 ആയിരുന്നു, വിച്ച് ഈസ് 4. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, എന്താ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. ഇ ഈക്വൽ ടു സി ബൈ എ. ഞാൻ കണ്ടുപിടിച്ചേ ഇ ഈക്വൽ ടു സി ബൈ എ വരും. ഹലോ, യെസ്, യെസ് പറഞ്ഞോളൂ. യെസ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണ് ഇ ഈക്വൽ ടു സി ബൈ എ വരും. അപ്പോൾ സി റൂട്ട് സി ബൈ എ. ഇനി എന്താ ഉള്ളത്? കഴിഞ്ഞു. വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ഒക്കെ ചെയ്യാം. എന്താ 32നെ ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഇയാളെ 4√2 എന്നൊക്കെ എഴുതാം. 2√2/3. ഇനി എന്ത് വേണ്ടേ? ക്ലിയർ. അപ്പോൾ അവരെന്താ ചോദിക്കുന്നത് അത് എഴുതി വയ്ക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഈ ഒരു ക്വസ്റ്റൻ കൂടി ചെയ്തിട്ട് നമുക്ക് പോയിന്റ് ചെയ്യാം. If an ellipse passing through 3,1 having before the plus or minus 4,0, find the length of the major axis, standard equation of the ellipse and find the eccentricity and length of the lattice vector. എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങൾ വരെ പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇതിലെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഹൈപ്പർബോള, അത് ഇതേപോലെ തന്നെയാണ്, വേഗം തീരും. ഹൈപ്പർബോള. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അത് നാളെ കൊണ്ട് കോൺസെപ്റ്റ് എല്ലാം തീരും. ഞാൻ പറഞ്ഞു ആകെ ഒരു ഡിസ്റ്റൻസ് ഫോർമുല മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. അന്ന് തന്നെ അടുത്ത ദിവസം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ലിമിറ്റ്സ് തുടങ്ങും. നമ്മുടെ ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് തീരാറായി. ഓക്കെ, 3 ഡയമെൻഷൻ ജോമെട്രി സ്കൂളിൽ എടുത്തവർക്ക് അറിയാം, എന്താ ഒന്നുമില്ല, ഇതിൽ ആകെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ.
അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മളെന്താ പാരാബോള പഠിച്ചു നല്ല രീതിയിൽ. ദെൻ എലിപ്സ് പഠിച്ചു. ഇപ്പോൾ ക്ലിയർ ആയോ? യെസ്, കറക്റ്റ്. ഇവിടെ ഇടിയും മഴയും ഉണ്ട്. പടക്കം വിടുന്നു. ഇടിവെട്ടെന്താണ് മിസ്റ്റർ? ഇവിടെ മദറിന് പ്രീവിയസ് സ്ലൈഡ് കാണിക്കണം. ഓക്കെ, സോ എക്സാം ആക്ടിവേറ്റ് ആണ്. എല്ലാവരും എക്സാം എഴുതുക. സ്ട്രൈറ്റ് ലൈനിന്റെ ചാപ്റ്റർ എക്സാം ആണ്, അത് വേഗം എഴുതുക. കംപ്ലീറ്റ് ചെയ്തോ?
ഓക്കെ, വേറെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഉണ്ടോ, ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ആൻഡ് ദെൻ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.